രാമായണത്തിലെ സീത അപഹരണം എന്ന ഭാഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിലിരിക്കുന്ന കാലം. ഒരു ദിവസം സീതയുടെ മുന്നിൽ ഒരു സ്വർണ്ണമാനവ ഓടി വന്നു. ഹായ്, എന്ത് ഭംഗി, എനിക്കതിനെ പിടിച്ചു തരുമോ? സീത രാമനോട് ചോദിച്ചു. ഇത് കേട്ട് രാമൻ പറഞ്ഞു, ദേ നോക്കു സീതേ, അത് വല്ല രാക്ഷസന്മാരുടെ മായാജാലമായിരിക്കും. സീതയുണ്ടോ ഇത് വല്ലത് കേൾക്കുന്നു. സീതയ്ക്ക് വാശി കൂടി വന്നു. അവസാനം സീതയുടെ വാശിക്ക് മുമ്പിൽ രാമന് വഴങ്ങേണ്ടി വന്നു. രാമൻ ലക്ഷ്മണനോട് സീതയെ നോക്കിക്കൊള്ളണം എന്ന് നിർദ്ദേശം നൽകി രാമൻ യാത്രയായി. ഏറെ അലഞ്ഞിട്ടും മാനിനെ കിട്ടിയില്ല. അവസാനം രാമൻ അമ്പെയ്ത് തന്നെ പിടിക്കാമെന്ന് തീരുമാനിച്ചു. രാമൻ അമ്പെയ്തു. സീതയെ ലക്ഷ്മണ എന്ന് രാമന്റെ ശബ്ദത്തിൽ വലിയ ഭീകരനായൊരു മാരീചൻ, അത് ആരാണെന്നറിയോ? മാരീചൻ എന്ന രാക്ഷസനായ മായാവി. ഇത് കേട്ട സീത പരിഭ്രമിച്ചുപോയി. വേഗം ലക്ഷ്മണനെ വിളിച്ച് രാമൻ എന്തോ പറ്റിയിട്ടുണ്ട്, വേഗം ചെന്ന് നോക്കാൻ പറയാം. ഇത് കേട്ട രാമൻ കുടിലിന് ചുറ്റും ഒരു രേഖ വരച്ച് എന്ത് സംഭവിച്ചാലും ഇതിനപ്പുറത്ത് കടക്കരുത് എന്ന് നിർദ്ദേശം നൽകി ലക്ഷ്മണ യാത്രയായി. ഇതൊക്കെ കേട്ട ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ആരായെന്നറിയാമോ? 10 തലയുള്ള രാവണൻ ലക്ഷ്മണൻ പോയ തക്കം നോക്കി കുടിലിന്റെ മുൻവശത്തേക്ക് ഋഷിയുടെ ഭക്ഷണത്തിനായി യാചിച്ചു. ഭക്ഷണം കൊണ്ടുവന്ന സീതയോട് രേഖയുടെ പുറത്തു വന്ന് ഭക്ഷണം തരാൻ നിർബന്ധിച്ചു. രേഖയ്ക്ക് പുറത്തു വന്ന സീതയെ തൻ്റെ സ്വന്തം രൂപം കൈവരിച്ച് വലിച്ചു പിടിച്ച് തൻ്റെ പുഷ്പക വിമാനത്തിലേക്ക് കയറി ലങ്കയിലേക്ക് ലക്ഷ്മണയ്ക്ക് കുതിച്ചു. പാവം സീത രാമനും ലക്ഷ്മണനും പറഞ്ഞത് അനുസരിച്ചെങ്കിൽ സീതയ്ക്ക് ഗതി വരുമായിരുന്നു. കൂട്ടുകാരെ, നമ്മൾ ഇതിൽ നിന്ന് എന്താണ് പഠിച്ചത്? അനാവശ്യ വാശി പാടില്ല, മുതിർന്നവർ പറഞ്ഞത് കേൾക്കാം.